Download now. CC Learning app. നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിമിനറി ഫേസ് 1 പരീക്ഷ കഴിഞ്ഞു. കുറേ കുട്ടികൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിക്കാണുന്നത് ഒരു മോഡറേറ്റ് ലെവലുള്ള പരീക്ഷ, ഭയങ്കര എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടുമല്ല, ഒരു മോഡറേറ്റ് ലെവലിലെ പരീക്ഷ. ഇനി ബാക്കി രണ്ട് ഷിഫ്റ്റുകൾ കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നോ അതോ എളുപ്പമുള്ള ഷിഫ്റ്റ് ആയിരുന്നോ മോഡറേറ്റ് ഷിഫ്റ്റ് ആയിരുന്നോ എന്നുള്ളത്. കാര്യം നമ്മൾ കമ്പയർ ചെയ്താണല്ലോ പറയാറ്. കഴിഞ്ഞ വട്ടത്തെ ഡിഗ്രി പ്രിലിംസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു മോഡറേറ്റ് ലെവൽ പരീക്ഷയാണെന്ന് തന്നെ വേണം പറയാൻ. അത് പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ പഠിക്കാത്ത കുറേ കാര്യങ്ങളും ചോദിക്കാം. പഠിച്ച കാര്യമാവട്ടെ പഠിക്കാത്ത കാര്യമാവട്ടെ, ബേസിക് ലോജിക്ക് വെച്ച് സ്റ്റേറ്റ്മെന്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാന്നുള്ളതാണ്. അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ട്രിക്കാണ് നിങ്ങൾ പലപ്പോഴും അറിയാതെ പോകുന്ന സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ട്രിക്ക്. എല്ലാ സ്റ്റേറ്റ്മെന്റും ഒരുപോലെയാണോ എന്ന് മനസ്സിലാക്കേണ്ട ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച്. ചോദ്യം പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരവും പോസിറ്റീവ് ആയിരിക്കും, ചോദ്യം നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ പിടിക്കാൻ പറ്റും. മാത്രമല്ല മുന്നോട്ട് പോകുമ്പോൾ എലിമിനേഷൻ ടെക്നിക്ക് വരുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് ഗസ് വരുന്നുണ്ട്. കുറച്ചെങ്കിലും അറിയാവുന്ന നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ചോദ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന എഡ്യൂക്കേറ്റഡ് ഗസ് എന്ന് പറയുന്ന പരിപാടി. ഇങ്ങനെ ഈ 4 ട്രിക്കുകൾ വെച്ചിട്ട് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിൽ ഒരു 10 ചോദ്യങ്ങളെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മാർക്കെങ്കിലും ഇങ്ങനെ നേടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ്. അതില് 4 ചോദ്യങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന 4 ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രിലിമിനറിയിൽ, കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിലൊക്കെ വന്ന ചോദ്യങ്ങളായിട്ട് ഞാൻ വരാം. ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇനിയും ക്വസ്റ്റ്യൻസ് വേണോ? ഞങ്ങൾ റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുവെ ആരും പറയാത്ത സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ട്രിക്കിൽ നിന്നാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ പോകുന്നത്. കണ്ടോളൂ ഈ ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ സൈഡിലുള്ള ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം, IT നിന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യം കാണുമ്പോൾ ചിലർക്ക് ഒരു പുച്ഛഭാവമായിരിക്കും. IT ഒക്കെ ഞങ്ങൾക്ക് അറിയാം, ഈ ചോദ്യമൊക്കെ ബേസിക് ചോദ്യമാണ് സാർ, അങ്ങനെ ഒരുപാട് പറയണമെന്നൊന്നും ഇല്ല, ഞങ്ങൾക്ക് അറിയാമെന്നാ പറയുന്നത്. ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് അറിയാവുന്നവരെ അല്ല, അത്ര കണ്ട് ഇതിനകത്ത് ജ്ഞാനമില്ലാത്തവരെ. IT എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരെ, 4 സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവരെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ആദ്യം നോട്ട് ചെയ്യുക, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ, നോട്ട് എവിടെയെങ്കിലും ഉണ്ടോ, നോട്ട് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്ന വാക്ക് NOT നോട്ട് എന്ന് പറയുന്ന വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ, ഇൻകറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത്, കറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത്, അത് ആദ്യമേ നോട്ട് ചെയ്യുക. ഈ ചോദ്യത്തിലെ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയുന്നത് ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. തെറ്റാൻ സാധ്യതയില്ല. ഒരു ജനറൽ ആയിട്ടുള്ള എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്, തെറ്റാൻ സാധ്യത കുറവാണ്. പൊതുവെ ഫാക്റ്റുകൾ ഉണ്ടെങ്കിലാണ് തെറ്റുക, ഫാക്റ്റുകൾ കുറവാ, തെറ്റാൻ സാധ്യത പൊതുവേ കുറവാ. ഓക്കെ, സോ ഒന്ന് ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചപ്പോൾ MS വേർഡും MS എക്സലും ഇതിന് എക്സാമ്പിൾ ആണ് അവർ ഇങ്ങോട്ട് പറഞ്ഞു തരിക. പക്ഷെ എനിക്ക് വലിയ ഉറപ്പില്ല ഈ പറയുന്നവയാണോ അതെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ഞാൻ അവിടെ എന്ത് ചെയ്തു, ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ തേർഡ് ഓപ്ഷൻ വായിച്ചപ്പോഴും കമ്പൈലർ അസംബ്ലർ, അതും എന്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ അവിടെ ഒന്ന് എന്ത് ചെയ്തു, ഒന്നും കൂടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ വന്നു 4ാമത്തെ ഓപ്ഷനിലേക്ക്. സോഫ്റ്റ്വെയർ പാക്കേജ് ആർ ജനറലി ഡെവലപ്ഡ് ടു മീറ്റ് കോമൺ യൂസർ റിക്വയർമെന്റ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സാധനം കോമൺ യൂസറിന് വേണ്ടി, എന്നെയും നിങ്ങളെയും പോലെ പൊതുവെ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത കോമൺ ആയിട്ടുള്ള സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് സോഫ്റ്റ്വെയർ പാക്കേജ് എന്നാ പറഞ്ഞിട്ടുള്ളത്. 1ഉം 4ഉം ഏതാണ്ട് ജനറൽ ഓപ്ഷൻസാ, ശരിയാണുള്ള സാധ്യത കൂടുതലാണ്. ഇനി 1ന്റെയും 4ന്റെയും കൂടെ പോകുന്നത് 2 ആണോ 3 ആണോ, 2 ആണോ പോകുന്നത് 3 ആണോ പോകുന്നത്, അതാണ് നിങ്ങളോടുള്ള എന്റെ ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ കോമൺ യൂസർ കേട്ടിട്ടുള്ളത് കമ്പൈലറും അസംബ്ലറും അല്ല, പകരം ഏതാണ്, MS വേർഡും MS എക്സലും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണക്കാരൻ കേട്ടിട്ടുള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് MS വേർഡും MS എക്സലുമാണ്. അങ്ങനെയാണെങ്കിൽ 2 ആണ് ശരിയാവാനുള്ള സാധ്യത കൂടുതൽ 3നേക്കാളും. ഇങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും എന്താണ്, പരസ്പരം കൺസിസ്റ്റന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റന്റ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആണ്. ആ സമയത്ത് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
സാധാരണക്കാരന് ഉപയോഗിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് കമ്പൈലർ, അസംബ്ലർ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് IT പഠിച്ചവർക്കേ അറിയുള്ളൂ. അപ്പൊ സാധാരണക്കാരനല്ല അവിടെ വരുന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഉത്തരം ഏതാവാനാ സാധ്യത? ഉത്തരം B ആവാനാ സാധ്യത. B തന്നെയാണ് ആൻസർ. കണ്ടോ? സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി വെച്ചിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഇത് അറിയാവുന്നവർക്ക് അതൊന്നും പ്രശ്നമേ അല്ല. ഞാൻ അറിയില്ലാത്തവരെ കാര്യം മാത്രം പറയുന്നത്. IT പരിജ്ഞാനമില്ലാത്ത പ്രസ്താവനാ ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കണ്ടാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ട്രിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ എഡ്യൂക്കേറ്റഡ് ഗെസ് എന്ന് പറയുന്ന ട്രിക്കാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, ആ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയുന്നുണ്ടാവില്ല. ഇവിടെ ഡിഗ്രി പ്രിലിമിനറിയിൽ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു ചോദ്യം, GR ഇന്ദുഗോപന്റെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അനോ എന്ന് പറയുന്ന നോവല്. ഇത് കണ്ടപ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 കണ്ടു, ഒരു പേപ്പറിന്റെ പകുതി ഭാഗമുള്ള ഒരു ചോദ്യം കണ്ടു, കിളി പോയിട്ടുണ്ടാവും. ഇതെങ്ങനെയാ ഇപ്പൊ ചെയ്യുക? അല്ലെങ്കിൽ വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എഡ്യൂക്കേറ്റഡ് ഗെസ് ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു അനോ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആൽബിനോ എലിഫന്റ് ആണ്, ഒരു വെള്ളാനയാണ്. അത് കൊച്ചിയിൽ നിന്ന് റോമിലേക്ക് പോയതാണ്. ശരിയാവാം, ശരിയാവാതിരിക്കാം, എനിക്ക് അറിയില്ല. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, എനിക്കിട്ട് അറിയാനും പാടില്ല. സെക്കൻഡ് ഓപ്ഷൻ, നോവൽ എക്സ്പ്ലോറിംഗ് കേരളാസ് ഹിസ്റ്റോറിക് ട്രാൻസോഷ്യനിക് കണക്ഷൻസ് വിത്ത് റിനൈസൻസ് യൂറോപ്പ്. അതായത് കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പൊതുവേ കേരളത്തിന്റെ ഹിസ്റ്ററി, റിനൈസൻസും എല്ലാം കണക്ട് ആയിട്ടുണ്ടാവും. സോ ഒന്ന് ശരിയാണെങ്കിൽ രണ്ടും ശരിയാവാനുള്ള സാധ്യത കൂടുതലാ. പക്ഷെ എനിക്ക് ഒരു ഉറപ്പില്ല. എന്നാൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടാ പോയെ. എനിക്ക് എന്തറിയാം? കേന്ദ്ര സാഹിത്യ അക്കാദമി ആർക്കാ കിട്ടിയെന്ന് എനിക്കറിയാം. ഓക്കെ, സോ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ അറിയില്ല, എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ അറിയില്ല, തേർഡ് ഓപ്ഷൻ എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയത് ആർക്കാന്ന് അറിയാം. ഇനി അറിയില്ല എന്ന് വിചാരിക്കും, എനിക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടിയത് ആർക്കാന്ന് അറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 കേരള സാഹിത്യ അക്കാദമി കിട്ടിയത് 2025 അത് കിട്ടിയത് ആർക്കാണെന്ന് എനിക്കറിയാം. സോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് അനോ മൊത്തം വായിക്കണം എന്നല്ല, ആ നോവൽ മൊത്തം വായിക്കണം, സ്റ്റേറ്റ്മെന്റ് 1 അറിഞ്ഞിരിക്കണം, സ്റ്റേറ്റ്മെന്റ് 2 അറിഞ്ഞിരിക്കണം, അങ്ങനെയൊന്നും ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ചോദ്യകർത്താവ് ഒറ്റ കാര്യം പരീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആർക്കാന്ന് അറിയോ? അറിയില്ല എന്ന് വിചാരിക്കും, പോട്ടെ. നിങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി കിട്ടിയത് ആർക്കാന്ന് അറിയോ? അതും അറിയില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. ഈ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയത് അനോവിനല്ല, പകരം കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയത്. അവിടെയാണ് അതിന്റെ പിക്ക് കിടക്കുന്നത്. ഇവിടെയാണ് എഡ്യൂക്കേറ്റഡ് ഗെസ് എന്ന് ഞാൻ പറഞ്ഞത്. തേർഡ് ഓപ്ഷൻ ആണ് തെറ്റ്. ആൻസർ ബോത്ത് A1 and C അല്ല, ബോത്ത് 1 and 2 A ആണ് ആൻസർ. ബോത്ത് 1 and 2 A ആണ് ആൻസർ. മനസ്സിലായോ? ചിലർക്ക് പുച്ഛം തോന്നിയേക്കാം, എന്നാലും ആലോചിക്കാം മക്കളെ. LDC പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നേരെ ചോദിച്ചേനെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ആർക്ക് കിട്ടി? ഇത് നിങ്ങൾ എഴുതുന്ന ആ പരീക്ഷയല്ല, നിങ്ങൾ ഏതാ ഡിഗ്രി ലെവൽ പരീക്ഷയാ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ട്രിക്കി ആയിട്ട് ചോദിക്കും. ഇതാണ് ട്രിക്ക്. തേർഡ് ഓപ്ഷൻ അവർക്കൊരു ഫാക്ച്വൽ ചോദ്യമായിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു, ചെയ്തില്ല. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് ഉപയോഗിക്കാൻ നോക്കുക, സമയം കളയാതിരിക്കുക, സ്റ്റേറ്റ്മെന്റ് കണ്ട് പേടിക്കാതിരിക്കുക. എളുപ്പമാക്കി തരാം എന്നുള്ളതായിരുന്നു എന്റെ ജോലി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമന്റ് ചെയ്യുക, ഇതുപോലെ കൂടുതൽ ട്രിക്സ് ആയിട്ട് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുന്നേ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്കറിയാം. കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയത് N പ്രഭാകരന് മാന്യ മനുഷ്യർ എന്ന് പറഞ്ഞ നോവലിനാണ്, മലയാളത്തിന് കിട്ടിയത്. ഇനി കേരള സാഹിത്യ അക്കാദമി കിട്ടിയതാണ് GR ഇന്ദുഗോപന് അനോ എന്ന് പറഞ്ഞ നോവലിന്. പോയട്രി കിട്ടിയത് അനിത തമ്പിക്കാണ്, മുരിങ്ങവായ കരിവേപ്പ് എന്ന് പറയുന്ന പോയട്രിക്ക്. ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അവിടുത്തെ പോയിന്റ് ഉള്ളൂ. അത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ ഫാക്ട് അവർ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? മുന്നോട്ട് പോവാം. അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച്. കാണാം, ചോദ്യം ഉൾപ്പെടെ കാണാം. പൊതുവേ സയൻസ് ആൻഡ് ടെക്നോളജി ചോദ്യങ്ങൾ ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഈ ചോദ്യം അത്ര കണ്ട് ബുദ്ധിമുട്ടാണെന്ന് ആരും പറഞ്ഞില്ല. എന്നാലും ഓർക്കുക, ഡീസൽ ജനറേറ്റർ എന്ന് പറയുന്ന സാധനം, ഡീസൽ ജനറേറ്റർ നിങ്ങൾക്കറിയാം മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് നമ്മൾ മൈക്രോ ഹൈഡ്രോ സിസ്റ്റമായിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ജലത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടി വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പിനെ മലിനീകരണം ഉണ്ടാക്കാത്ത സെറ്റപ്പായിട്ട് റീപ്ലേസ് ചെയ്തു. അതായത് ചോദ്യം പോസിറ്റീവാണ്, ചോദ്യം ബെനിഫിറ്റ് ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന്റെ പോസിറ്റീവാ ചോദിച്ചിട്ടുള്ളത്. ഇനി ഓപ്ഷൻ നോക്ക്, ഇൻക്രീസ് ഇൻ കാർബൺ എമിഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അത് നെഗറ്റീവ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് നെഗറ്റീവ് അല്ലേ? അതെ.
ഇമ്പോർട്ടഡ് ഫ്യൂവലിനുള്ള ഡിപ്പെൻഡൻസ് കൂടുന്നു. ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടന്റ് ഫ്യൂവൽ, അതായത് പുറത്തുനിന്ന് ഇപ്പൊ ഇസ്രായേൽ വാർ നടക്കുമ്പോൾ പുറത്തുനിന്ന് ഫ്യൂവൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതും നെഗറ്റീവ് ആണ്. അടുത്തത് റെഡ്യൂസ്ഡ് റെയിൻഫോൾ, മഴ കുറയുന്നു. മഴ കുറയുന്നു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതും നെഗറ്റീവ് ആണ്. അതും നെഗറ്റീവ് ആണ്. ഇവിടെ സി ഓപ്ഷൻ റിഡക്ഷൻ ഓഫ് എയർ പൊല്യൂഷൻ, നിങ്ങൾക്ക് ചോദിക്കാം എന്താ സാർ ഇത് ഭയങ്കര എളുപ്പമല്ലേ, ഇതൊക്കെ ഇങ്ങനെ പറയുന്നോ? പക്ഷേ ആ സമയത്ത് തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓർക്കുക, ഇത് മാത്രമേ പോസിറ്റീവ് ഓപ്ഷൻ ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച് വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്, മറക്കാതിരിക്കുക. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി? പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച്. അടുത്തൊരു ചോദ്യം എലിമിനേഷൻ സ്ട്രാറ്റജി. പുണ്യപുരാതനമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. UPSCയും സിവിൽ സർവീസും എവിടെ നോക്കിയാലും ഈ സ്ട്രാറ്റജി ഉണ്ട്. പക്ഷേ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫേസ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ എലിമിനേഷൻ സ്ട്രാറ്റജി വർക്കൗട്ട് ആവോ എന്ന് നോക്കാം. ചോദ്യം കണ്ടോളൂ. സാറ്റലൈറ്റ് ഇമേജറി, അതായത് മുകളിൽ നിന്നൊരു സാറ്റലൈറ്റ് നമ്മുടെ എന്തിനെ, ഒരു സാറ്റലൈറ്റ് ഇമേജറി ഈസ് യൂസ്ഡ് ടു മോണിറ്റർ പാഡി കൾട്ടിവേഷൻ. പാഡി കൾട്ടിവേഷനെ എന്ത് ചെയ്യാൻ വേണ്ടി, മോണിറ്റർ ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്നൊരു സാറ്റലൈറ്റ്. ഓർക്കുക, സാറ്റലൈറ്റ് എവിടെയാ? താഴെയില്ലല്ലോ, മുകളിലല്ലേ. സോ മുകളിൽ നിന്നുള്ള സാറ്റലൈറ്റ് താഴെയുള്ള പാഡിനെ എന്ത് ചെയ്യുക, എല്ലാ സീസണിലും മോണിറ്റർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ലോജിക്ക് പിടിറ്റി. ഞാനിത് പഠിച്ച കാര്യമല്ല, എനിക്ക് ഒരു റാങ്ക് ഫയലിൽ ഇത് പഠിക്കാനും പറ്റില്ല, അതിനുള്ള നിർവാഹവും ഇല്ല, അല്ലേ? ഇങ്ങനൊന്നും എവിടെയും പഠിക്കാൻ കിട്ടില്ല. ഇത് എന്റെ ലോജിക്കാണ് വേണ്ടത്. ഇവിടെ എ ഓപ്ഷൻ വായിച്ചു നോക്കി, എനിക്ക് വലിയ ധാരണയില്ല. റിമോട്ട് സെൻസിങ് ഫോർ റിസോഴ്സ് മോണിറ്ററിങ്, അത്ര വലിയ ധാരണയില്ല, ഞാൻ അവിടെ നിർത്തി. അടുത്തത് റിയൽ ടൈം ഫീൽഡ് ഇൻസ്പെക്ഷൻ ആൻഡ് ഗ്രൗണ്ട് ബേസ്ഡ് സർവേ. മുകളിലിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് നിങ്ങളുടെ പാടത്തിൽ വന്നിട്ട് ഗ്രൗണ്ട് ബേസ്ഡ് സർവേ എങ്ങനെ നടത്താനാ? തന്നെയല്ല, ഫീൽഡ് ഇൻസ്പെക്ഷൻ എങ്ങനെ നടത്തും? ഇനി മുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഗ്രൗണ്ട് സർവേ നടത്തുന്ന വിചാരിക്കും, ഫീൽഡ് ഇൻസ്പെക്ഷൻ എങ്ങനെ നടത്തും? പ്രശ്നമായി. അത് ഞാൻ എലിമിനേറ്റ് ചെയ്യാതെ രക്ഷയില്ല. അടുത്തത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അസസ്മെന്റ്. സാറ്റലൈറ്റ് ഇരിക്കുന്നത് ഒരുപാട് മുകളിലാണ്. നമ്മുടെ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷമാണ് അറ്റ്മോസ്ഫിയർ. എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ഓക്സിജൻ, എത്ര നൈട്രജൻ, എത്ര അതർ എയറിൽ വേറെ എന്തൊക്കെയുണ്ട്, പൊടിപടലങ്ങളുണ്ടോ, ഹ്യൂമിഡിറ്റി ഉണ്ടോ, ഇതൊക്കെ നോക്കലാണ് അറ്റ്മോസ്ഫിയറിക് അസസ്മെന്റ്. ഇത് ചെയ്യാൻ മുകളിലിരിക്കുന്ന സാറ്റലൈറ്റിന് പറ്റുമോ? ഇല്ല, താഴെ ഇരിക്കുന്ന സെൻസറുകൾക്കേ പറ്റുള്ളൂ. ആ ഓപ്ഷനും പോയി. അടുത്തത് അറ്റ്മോസ്ഫിയറിക് കെമിസ്ട്രി അനാലിസിസ്. എങ്ങനെയാണോ അവിടെ ഇരിക്കുന്ന കെമിസ്ട്രി അനലൈസ് ചെയ്യാൻ പറ്റുക? മുകളിലിരിക്കുന്ന സാറ്റലൈറ്റിന് പറ്റുമോ? പറ്റില്ല, അതും പോയി. അടുത്ത ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തു. ഇവിടെ ഉത്തരമാവാൻ പറ്റിയത്, എനിക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ അറിഞ്ഞൂടാ, എനിക്ക് ചോദ്യത്തിന്റെ ലോജിക്ക് മാത്രമേ അറിഞ്ഞുള്ളൂ. ഞാൻ മൂന്ന് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. ഞാൻ എ എന്ന് പറയുന്ന ഉത്തരത്തിലെത്തി. ഇതിനാണ് നമ്മൾ എലിമിനേഷൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി വെച്ചിട്ട് ചോദ്യം ചെയ്തു, എലിമിനേഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, എഡ്യൂക്കേറ്റഡ് ഗസ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു, പോസിറ്റീവ് നെഗറ്റീവ് അപ്രോച്ച് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത്രയും ട്രിക്കുകളെ മനസ്സിലാക്കുക വേണ്ടത്. അടുത്ത ഫേസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക, ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക, വീണ്ടും കമന്റ് ചെയ്യും. ഞാൻ കുറെ ചോദ്യങ്ങളായിട്ട് വരാം, കഴിഞ്ഞ പ്രിലിമിനറി ചോദ്യങ്ങളായിട്ട് വരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ മെയിൻസിന്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ മെയിൻസിന്റെ ബാച്ചിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് എഴുതിയവർക്ക് അറിയാം, സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി. അതിനകത്ത് ട്രിക്കുകൾ ഉപയോഗിച്ചും കോമൺ സെൻസ് ഉപയോഗിച്ചും മാത്രമാണ് കുട്ടികൾ മാർക്ക് നേടിയത്. ഞാനും ആ പരീക്ഷ എഴുതിയ ആളാണ്. മാർക്ക് നേടിയ ഒരൊറ്റ കാരണം അതാണ്. സോ അവിടെ ഈ പറയുന്ന ട്രിക്കുകൾ ഉപയോഗിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയെ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ച മെമ്മറിയെ മാത്രമല്ല, നിങ്ങളൊരു ബോധം വെച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഓക്കെ അല്ലേ? 10 മാർക്കോളം അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയോ 2-3 മാർക്കിനാ കഴിഞ്ഞ വട്ടം റാങ്ക് പോകുന്നത് സെക്രട്ടേറിയറ്റിന്റെ. അപ്പൊ അടുത്ത റിസൾട്ട് വന്നല്ലേ. സോ ആ മാർക്ക് വാങ്ങിക്കാൻ ഇങ്ങനത്തെ ട്രിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തൂടെ? മോക്ക് ടെസ്റ്റുകൾ, എക്സ്പേർട്ട് ലെവലിലുള്ള ഫാക്കൽറ്റികൾ, സ്പെഷ്യൽ ടോപ്പിക് അറിയാവുന്ന, അതിനെപ്പറ്റി മനസ്സിലാക്കിയ ഫാക്കൽറ്റീസ്, ഒരു മെൻഡർ, കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് PSC മെയിൻസ് എഴുതുന്ന ഒരു മെൻഡർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രി മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നോക്കുക, നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡിനും മറ്റേ SIക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഭാഗവാക്കാവുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഫേസ് 1കാർക്ക് ഒരു 2 മാസത്തെ എന്ത് കിട്ടും, ബെനിഫിറ്റ് കിട്ടും. ഫേസ് 2നും ഫേസ് 3ക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഫേസ് 1കാർ ഒരിക്കലും വിഷമിക്കണ്ട. നിങ്ങൾ പ്രിലിംസ് കയറിയാൽ നിങ്ങൾക്ക് സമയം കൂടുതൽ കിട്ടും. ഫേസ് 3ക്കൊക്കെ സമയം വളരെ കുറച്ചേ കിട്ടുള്ളൂ. പ്രിലിംസ് അല്ല ഇവിടുത്തെ കളി. ഇവിടുത്തെ കളി മെയിൻ ആള് മെയിൻസ് ആണ് തീരുമാനിക്കുക നിങ്ങൾക്ക് റാങ്ക് കിട്ടോ ഇല്ലയോ എന്ന്. സോ ഫേസ് 1കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള അവസരം നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. സിലബസ് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി കഴിഞ്ഞുള്ളൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാം. എപ്പോഴും ഒരു പേപ്പർ 1 ഉണ്ടാവും. പ്രിലിംസ് പഠിച്ച് ഒന്നുകൂടെ എന്ത് ചെയ്യുക, പൊടി തട്ടി റിവിഷൻ തുടങ്ങുക.
ഓക്കെ, സോ ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ടാവും. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.